ഹായ് ഓൾ, ഹാപ്പി ഓണം. സോ ഓണമൊക്കെ കഴിഞ്ഞെന്ന് എനിക്കറിയാം, പക്ഷേ ഇത് ഞങ്ങളുടെ ചെറിയൊരു ഓണം വ്ളോഗാണ്. സോ ഇതാണ് ഞങ്ങളുടെ അത്തം. ഞങ്ങൾ ഇരുന്ന് ഇട്ട ഒരു ചെറിയ അത്തം, കിട്ടുന്ന പൂക്കളൊക്കെ വെച്ചിട്ട് ഞങ്ങളിട്ട ഒരു കുഞ്ഞത്തം. അപ്പോൾ ഓണം ഇപ്രാവശ്യം ഞങ്ങളുടെ വീട്ടിലായിരുന്നു സെലിബ്രേഷൻ. എനിക്ക് വേറെ ഒരു ഓണം ഉണ്ടായിരുന്നു, പക്ഷേ ഇറ്റ്സ് ലൈക്ക് ഞങ്ങളുടെ ട്രിവാൻഡ്രം സ്റ്റൈല് സദ്യയായിരുന്നു. സോ ബോളി ഇവിടെ അവൈലബിൾ അല്ല. സോ ഓണം പ്രിപ്പറേഷൻ്റെ സ്റ്റാർട്ടിങ് ഞാൻ ബോളി ചെയ്തു ആദ്യം. പിന്നെ ഇതേ തോരനാകുന്നു, രസത്തിന് ഇതേ ചെയ്ത് വെച്ചേക്കുന്നു. പിന്നെ ഇതേ കിച്ചടി, അവിയലിന് തട്ടിപ്പൊത്തി വെച്ചേക്കുന്നു. അങ്ങനെ പിന്നെ പരിപ്പുണ്ട്. സാഗുയുടെ ഫേവറേറ്റാണ് പരിപ്പ്. സോ പരിപ്പ്, ദെൻ 2 തരം പായസം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ എല്ലാവരെയും ഫേവറേറ്റ് വടക്കറി ഉണ്ടായിരുന്നു. വടക്കറിയുടെ ഇല്ലാന്ന് തോന്നുന്നു. ഓക്കെ, വടക്കറി, ഇത് പായസമായി. സോ അപ്പം ഇപ്രാവശ്യത്തെ ഓണം വളരെ സ്പെഷ്യലാണ് എനിക്ക്. ബിക്കോസ് ലാസ്റ്റ് 7 years ആയിട്ട് ഞങ്ങളിവിടെ സെറ്റിൽഡാണ്. സോ അമ്മയ്ക്ക് വരാൻ പറ്റില്ല. ബിക്കോസ് കോവിഡെല്ലാം ആയിട്ട് ഞങ്ങൾക്ക് വീസയ്ക്ക് ഡേറ്റ് ഒന്നും കിട്ടുന്നില്ലായിരുന്നു. ഫൈനലി അമ്മ വന്നു ഈ വർഷം. സോ ആഫ്റ്റർ കുറേ ആയിട്ട് എനിക്ക് ഓണം ഫേവറേറ്റ് ആയിരുന്നു. ഇതൊക്കെ ഇങ്ങനെ ഫ്രണ്ട്സാണ്. സോ ഫോട്ടോ സെഷൻസ് നടക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു സ്പെഷ്യൽ ഒക്കേഷനും കൂടെ ഉണ്ട്. അമ്മയുണ്ട്, അമ്മേൻ്റെ കൂടെ ഓണം. അതാണ് എൻ്റെ മെയിൻ അട്രാക്ഷൻ. എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. വാട്ട് ഹാപ്പൻ? ഓക്കെ, നിങ്ങളുടെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങളുടെ ഇവിടെ ഒരു ചെറിയ ഓണമാണ്. ഞാനൊരു സ്റ്റേറ്റിലാണ്, പക്ഷെ നമുക്ക് കിട്ടുന്ന സാധനങ്ങളുടെ കാര്യങ്ങളെല്ലാം കുറച്ച് കുറവാണ്. ബട്ട് വി ആർ ഓക്കെ. ഉള്ളത് കൊണ്ട് ഓണം പോലെ സ്റ്റിൽ ഞാൻ പിന്നെ ഉണ്ടാക്കി. ഇതേണ്ട എൻ്റെ മോൻ അവിടെ ഇരിക്കുന്നു. അഗസ്ത്യ അവിടെ ഉണ്ട്, സ്വര. സോ ഷീ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. സോ ഫാമിലിയാണ് മായൻ്റെ. അവരൊക്കെ ഇതെടുക്കണേൻ്റെ മായ ഫോട്ടോഗ്രാഫി ഭയങ്കര ഇതാണ്. സോ എടുത്തത് കറക്റ്റാണോ എന്ന് നോക്കുന്നതിൻ്റെ ഒരു ധൃതിയിലാണ് അവൾ. പിന്നെ ഉള്ളത് മായയുടെ പാരൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 2 പാരൻസ് പോവാണ്. സോ എൻ്റെ അമ്മ ഇങ്ങനെ ഫോട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. എപ്പോഴാണ് നെക്സ്റ്റ് ഫോട്ടോ എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്യുക. എൻ്റെ ഹസ്ബൻഡ് ആരെ വിളിക്കുന്നുണ്ട് ഞങ്ങളുടെ ലിവിങ് ഏരിയ. സോ എവരി വൺ ഈസ് ബിസി വിത്ത് ഫോട്ടോസ്. ദെൻ ഞങ്ങൾ ഫ്രണ്ട്സിനെ വിളിക്കുക, എത്തിയിട്ടില്ല അവരിതുവരെ. സോ ഇത് മെസ്സപ്പായിട്ട് കിടക്കുക. ബട്ട് എവറിത്തിങ് ഇറ്റ്സ് റെഡി. സോ വടക്കറി എല്ലാം ഇങ്ങനെ പായസം, കടലപ്രഥമനം ഉണ്ടായിരുന്നു, പാൽപ്പായസം അല്ല, സേമിയ പായസം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ എല്ലാം റെഡിയായി. മൈ കിച്ചഡീസ്, പിന്നെ ചോറ്. പിന്നെ അങ്ങോട്ടൊന്നും നോക്കണ്ട, അത് ഫുള്ളും അലമ്പായിട്ട് കിടക്കുക. കടലപ്രഥമൻ സോറി. സോ നമ്മൾ വിളമ്പാൻ പോവുക. അതിൻ്റെ ഒന്നും അധികം വീഡിയോസൊന്നും എടുത്തില്ല. ബിക്കോസ് നമ്മൾ ഹോസ്റ്റ് ആൻഡ് ഐ വാസ് സോ ബിസി. പിന്നെ എൻ്റെ അമ്മ വരുന്നുണ്ട്. പപ്പടമൊക്കെ വരുമ്പോണ്ടാ. വേറെ കുറേ ഫ്രണ്ട്സാണ്. സോ അവർ കഴിക്കുക. ഇല അത്രയ്ക്ക് അവൈലബിൾ അല്ലായിരുന്നു. സോ ഞങ്ങളുടെ കയ്യിൽ പേപ്പർ വാഴയില ഉണ്ടായിരുന്നു. അത് വെച്ച് ഞങ്ങൾ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഫുൾ ഓൺ മസ്തി, ഫുൾ എല്ലാവരും ഇറ്റ്സ് ലൈക്ക് എല്ലാവരും ഓട്ടപ്പാച്ചിലും എല്ലാം ആയിരുന്നു. ബട്ട് നൈസ്. എല്ലാവരും വന്നപ്പോൾ ഒരു ഫെസ്റ്റീവ് മൂഡൊക്കെ ആയി. ഞാൻ കുറച്ച് പൂക്കളമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആകെ മൊത്തം ഒരു ഫെസ്റ്റീവ് മൂഡായിരുന്നു. പിന്നെ ലെറ്റ്സ് ഗോസ് ടു ഫോട്ടോ സെഷൻസ്. അതേ ഉള്ളൂ, എൻ്റെ ഇച്ചിരി വീഡിയോ ഉള്ളൂ. നമുക്ക് ഫോട്ടോ സെഷൻസിലോട്ട് നോക്കാം. സോ ഇത് ഞങ്ങളുടെ ഫസ്റ്റ് റൗണ്ട് ഓഫ് സദ്യയുടെ ഫോട്ടോ സെഷനാണെന്ന് തോന്നുന്നു അടുത്ത വരുന്നത്. യെസ്, അനന്തു വാഗും കൂടെ 2 weeks വ്യത്യാസമുള്ളൂ. അവർ നല്ല ഫ്രണ്ട്സാണ്. പിന്നെ അഗസ്ത്യ, ആഗുട്ടൻ, ഞങ്ങളുടെ ഫാമിലി പിക്ക്, ഞങ്ങളുടെ റൊമാൻറ്റിക് പിക്ക്, അങ്ങനെ പിള്ളേർ സെറ്റ്. ഇതാ സദ്യ. ഇത് കണ്ടോ, ഇത് മനോഹരമായ സദ്യ ഇത്ര ഞാൻ ഉണ്ടാക്കി. ഇതാ സ്വരാന് ഞങ്ങൾ വടക്കറി വിളമ്പുന്ന ഫോട്ടോ ഉണ്ട് കേട്ടോ. അത് ഞങ്ങളുടെ ഗേൾസ് ഗ്യാങ്. പിന്നെ കുറേ ഡാൻസ് പ്രാക്ടീസും അതും ഇതുമൊക്കെ ആയിരുന്നു. ചെറിയൊരു റീലെടുക്കാൻ ഞങ്ങളുടെ കുട്ടിപ്പട്ടാളത്തിൻ്റെ മെയിൻ അട്രാക്ഷൻ.
ആഗു ആൻഡ് അനന്തു. പിന്നെ നമ്മൾ തുള്ളിലായിരുന്നു കുറച്ച് നേരം. അവന്മാർ പക്ഷേ അധികം എടുക്കുന്നില്ലേ, നല്ല പിള്ളേരായിരുന്നു. എന്താന്തോ. അഗെയിൻ ബാക്ക് ടു ആർ പിച്ച്. ഇതാണ് നമ്മുടെ എല്ലാവരും കൂടെ ഉള്ള ഞങ്ങളുടെ പിക്ചർ. ഇറ്റ്സ് ഫൈനലി ഡൺ. കേട്ടോ, എൻ്റെ അഗു അത്യാവശ്യം നന്നായിട്ട് സദ്യ കഴിക്കും. ഇനി വിഷമം. ഇനി നമ്മൾ കഴിഞ്ഞു. ഓക്കെ.